ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൈറ്റ് ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർണമെൻറ്റ് അബുവാസി ടൂർണമെൻറ്റിൻ്റെ 12 ഫീറ്റും അതേപോലെ തന്നെ ഷിമാനോയുടെ സഡാനോ എന്ന് പറഞ്ഞ 5000 സീരീസിൻ്റെ ഒരു റീലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രൈഡ് വന്നിട്ട് നമ്മൾ റിക്കിമാരുവാണ്. റിക്കിമാർ വിട്ടൊരു കളിയില്ല. നമുക്ക് എന്തായാലും ലൈവ് ബീറ്റായിട്ടാണ് ഇടുന്നത്. ചൂണ്ടയിൽ കൊഞ്ചിത ഡബിൾ ചൂണ്ടയാണ് കെട്ടിയിട്ടേക്കുന്നത്. കൊഞ്ചിത ഇങ്ങനെ കൊരുത്തിട്ട് എറിഞ്ഞിടേണ്ട താമസമേ ഉള്ളൂ. നല്ല ഫൈറ്റ് അടിക്കുന്നുണ്ട്, നല്ല മീനടിക്കുന്ന ടൈമാണ്. ഇപ്പോൾ ഏകദേശം ടൈം നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-3:30 ആയിക്കാണ് വെളുപ്പിന്. അപ്പോൾ നമ്മൾ എത്ര നേരം ഇരുന്നിട്ട് നമുക്ക് കുറച്ച് പാറയാണ് കിട്ടിയത്. ഇപ്പോഴാണ് നമുക്കൊരു ചെമ്പല്ലി അടിക്കുന്നത്. ആ ചെമ്പല്ലി അടിച്ചെടുക്കുന്നുണ്ട്. നൈറ്റ് നിൽക്കുന്ന വീഡിയോ എടുക്കുന്ന ആൾ മുകളിലായതുകൊണ്ട് താഴെ ഫൈറ്റ് ചെയ്യുന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പിടിച്ചു കയറ്റി വന്നപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. കുറേ നേരം നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ചെമ്പല്ലി അടിക്കുന്നത്. ഇത് ഏറ്റ സമയത്ത് കയറി വരുന്നതാണ്. എന്തായാലും കിട്ടിയതിൽ സന്തോഷമേ ഉള്ളൂ. വലിയൊരു ചെമ്പല്ലിനാണ് നമുക്ക് അടിച്ചേക്കുന്നത്. കുറേ ദിവസമായി നമ്മൾ ഈ ലൈവ് ബീറ്റ് ഇട്ടിട്ട് നമുക്ക് ചെമ്പല്ലി അടിക്കാറില്ലായിരുന്നു. കൂടുതലും ഹമൂറാണ് കിട്ടിക്കൊണ്ടുന്നത്. ഇന്ന് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ലൈവ് ബീറ്റിൽ ഈ മുട്ടുന്നത്. അതായത് നമ്മൾ അഞ്ചങ്ങ് പൊഴിയിലാണ് നിൽക്കുന്നത്. പൊഴിയിൽ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് നമുക്ക് ചെമ്പല്ലിയെ കിട്ടുന്നത്. ഏകദേശം 1 കിലോ അടുപ്പിച്ചുണ്ടായിരുന്ന ചെമ്പല്ലി. നമുക്കിനി ഒന്ന് സമയങ്ങളായല്ല, രാവിലെ വന്നുടനെ തന്നെ അവനെ അറുത്ത് കഴുകി പൊരിച്ച് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ പൈപ്പിനെ മുട്ടി കൊണ്ടുവച്ചിട്ട് നമ്മൾ അറുത്ത് കഴുകാൻ പോവുകയാണ്. ഇതിൽ കൂടുതലും സിസറും പിച്ചാത്തിയും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും യൂസ് ചെയ്യേണ്ട സിസർ തന്നെയാണ്. സിസറിന് മൂർച്ച കുറവായതുകൊണ്ട് നമ്മൾ പിച്ചാത്തിയും കൂടെ യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്തായാലും ചെമ്പല്ലി എടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം നമ്മുടെ കൈ കിട്ടിയേക്കുന്നത്. ഇത്തിരി ഇതായിട്ടുണ്ട്, കാരണം വെച്ചാൽ നമുക്ക് അന്നേരം തൈസ് ഇല്ലാത്തതുകൊണ്ട് വെച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ശകലമൊന്ന് ചതയെന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് പൊരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മളതിനെ കൊണ്ടുവന്ന് അറുത്ത് കഴുകി ഇനി ചെതമ്പലെല്ലാം എടുത്ത് കളയണം. നല്ല ഹാർഡാണ് ഇതിൻ്റെ മുള്ള്. നല്ല മുറ്റി മുതുക്കടിച്ച് നെയ്യ് വെച്ച ഐറ്റമാണ്. ചെമ്പല്ലിയെ പോലെ തന്നെ നമ്മൾ മാലാവ്, സിലോപ്പി, കരിമീൻ ഇത് മൂന്നും പിടിച്ച് പൊരിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് കയറി കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം കമൻറ്റ് ഇടുക. വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ പറയുക. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് നമ്മൾ വീഡിയോ നമ്മൾ ഡെവലപ്പാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ആ ചാനലും സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറുത്ത് കഴുകി ഞാൻ എൻ്റെ ചെതമ്പലെല്ലാം എടുത്ത് കളയുന്ന സീനാണ് ഇനി ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊരിക്കാനായിട്ട് എടുക്കണം. ചെതമ്പലാണ് ഇതിൽ ഇത്തിരി ഹാർഡായിട്ടുള്ളത്. എടുത്ത് കളയാൻ എല്ലാത്തിനും ബുദ്ധിമുട്ടതാണ്. അപ്പോൾ ഈ തലയിലവിടെയും എല്ലായിടത്തും ഉള്ള ചെതമ്പലെല്ലാം എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കഴുകുമ്പോഴത്തേക്ക് ഇത് അറിയാൻ പറ്റും. നമ്മുടെ വാലറ്റം ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. വാലറ്റം കട്ട് ചെയ്യുമ്പോൾ ആ പീസ് കഴിക്കാനായിട്ട് നമ്മുടെ കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട് കാത്ത്. നമ്മളതിനെ എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ തൊണ്ടയെ കുരുങ്ങാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ആ വാലിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് 4 മുറിച്ചെടുത്തിട്ടുണ്ട്. 4 മുറിച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്ന ആളിനെ കണ്ടു നോക്കും. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇടേണ്ട താമസം എല്ലാം കൊത്തിപ്പറക്കി എടുത്ത് വായിക്കാത്താക്കി അത് ഒറ്റ പോക്ക്. 4 പേര് 4 ദിശയ്ക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മീനിൻ്റെ വയറ് കണ്ടിക്കുമ്പോൾ ആ ഹോള് വഴി കയറ്റി ഇങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ പരു ഉണ്ടെങ്കിൽ ഡാമേജ് ആവാതെ കിട്ടും. പരുവായ മുട്ടയോ ഉണ്ടെങ്കിൽ നമുക്ക് ഡാമേജ് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഔഷധമുള്ളതാണ് പരുവും അതിൻ്റെ മുട്ടയും. അപ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്ത് ഇനി അവനെ അറുത്ത് കഴുകി എടുക്കണം. അറുത്ത് കഴുകി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വരയാം. മീൻ പൊരിക്കാനായിട്ട് വരയാം. അങ്ങനെ വെള്ളം തുറന്നിട്ട് നമ്മൾ മൊത്തം കഴുകി എടുക്കണം. നല്ല 2-3 വെള്ളത്തിൽ കഴുകണം. അപ്പോൾ ഫുള്ള് നമുക്ക് കാണിക്കാൻ പറ്റില്ല, വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാതെ നമ്മൾ കുറച്ച് ഷോർട്ടായിട്ടാണ് ഇടുന്നത്. അതിൻ്റെ ഇങ്ങനെ വരയണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ ഇത്തിരി ഉടഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വയ്ക്കാത്തതുകൊണ്ട് ശാലം ഉടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 സൈഡും വരയാൻ പറ്റില്ല, കുറുകയും വരയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അപ്പുറം ഇപ്പുറം വരഞ്ഞിട്ട് എടുത്ത് നമുക്ക് മസാല എടുത്ത് പൊരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലായിടവും പറഞ്ഞ് നമ്മൾ ഏകദേശം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അതിൻ്റെ കട്ടി, ആ രക്തം കട്ടി പിടിച്ചിരിക്കുന്ന ഭാവമൊക്കെ വരും. അപ്പോൾ അതെല്ലാം കളർ എല്ലാം പോകണം, അല്ലെങ്കിൽ ചെവ വ്യത്യാസം ഉണ്ടാവും. ഈ ആറ്റുമീനും ഈ കായൽമീനും കഴുകുമ്പോഴത്തേക്കും നല്ല വൃത്തിയായി കഴുകണം. ഇത് നമ്മുടെ മസാലക്കൂട്ടാണ്. ഇപ്പോൾ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് കൊണ്ടുവരണം. അരച്ചിതാ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഉപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പേസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ നല്ല രീതിക്ക് കുഴമ്പ് പരുവത്തിലാക്കി എടുത്തതിന് ശേഷം ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശകലം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ മീനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നഷ്ടമില്ലാത്ത രീതിക്ക് ഒരു നല്ലൊരു കണ്ടൻറ്റ് കിട്ടി എന്നുള്ളതാണ് ഉറക്കൊഴിയുന്നതിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷം. ആ മസാല ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് എല്ലാത്തിലും തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അടച്ചു വയ്ക്കണം. ആദ്യം എല്ലാത്തിലും നമ്മൾ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. തേച്ച് പിടിച്ച് വെച്ച് അതിന് ഇടയിലെല്ലാം ഇറക്കി വെച്ച് മസാല നല്ല ഉപ്പും ഇത് പിടിക്കത്തക്ക രീതിയിൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതാണ്ട് പാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു വയ്ക്കണം. ഒരു 5 മിനിറ്റ് ശേഷം അത് എടുക്കണം. അത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇരുമ്പ് ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ പൊരിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ പൊരിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കിട്ടുന്നത്. നമ്മൾ അടുപ്പിൽ സ്റ്റൗ വെച്ച് കത്തിച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ട് തിളപ്പിക്കുക. എണ്ണ തിളച്ചതിന് ശേഷം മീൻ ഇടുക. ഒരു സംഭവം നമ്മുടെ മസാലശാല ഇരുന്നത് അതിലിട്ടു ആദ്യമേ. അതാണ് ആ എണ്ണയുടെ ഒരു കളർ വ്യത്യാസം വന്നത്. ഇനി നമുക്ക് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കിടന്ന് ഇനി മൊരിയട്ടെ.
അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാണുന്നവർ നമുക്ക് ജസ്റ്റ് ഒരു ലൈക്ക് കൊടുത്തെന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട്. നമ്മുടെ ചാനലിൻ്റെ വിജയവും അത് തന്നെയാണ്. മാക്സിമം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഹയസ്റ്റ് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 220 കൊണ്ടാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്തൊരു കണ്ടന്റ് വെക്കുന്നുണ്ട്. സംഭവം വീഡിയോ ചലഞ്ചാണ് വെക്കുന്നത്. നമ്മൾ പിടിക്കുന്ന ഫിഷിങ്ങിൻ്റെ ഫോട്ടോ ചലഞ്ച് പോലെ വീഡിയോ ചലഞ്ച് ഒരെണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം. നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ ആ ഗ്രൂപ്പിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും. നമ്മളിപ്പോൾ അടുത്തായിട്ട് നടത്താൻ പോകുന്നത് വീഡിയോ ചലഞ്ചാണ്. വീഡിയോ ചലഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഒന്ന് പങ്കെടുത്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നല്ലൊരു കണ്ടൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാക്സിമം വെറൈറ്റി കണ്ടൻറ്റുകൾ എന്ത് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവരണം. പൊതുവേ ഇപ്പോൾ മീൻ കിട്ടൽ കുറവാണ് എല്ലാവർക്കും. ലക്കാണ് കൂടുതലും ചെമ്പല്ലിയൊക്കെ അടിക്കുന്നത്. എന്തായാലും നമ്മൾ പോയി നമുക്ക് കിട്ടി, ഇനി ബാക്കിയുള്ളവർ പോകുമ്പോൾ അവർക്കൂടെ കിട്ടട്ടെ. ഇതാണ് പൊരിച്ചു വെച്ച മീനിൻ്റെ സിറ്റുവേഷൻ. ഇനി നമുക്ക് കൊടുക്കുന്നത് എൻ്റെ മോനാണ് ആദ്യം കൊടുക്കുന്നത്. മോൻ തിന്നിട്ട് അഭിപ്രായം പറയട്ടെ. എന്തായാലും നമ്മൾ ശകലം പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാണ്, അത് തണുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആശാൻ അത് കഴിച്ച് ഒരു തക്കാളിയും എടുത്ത് കൊടുത്തു. കഴിച്ചിട്ട് നമുക്ക് തംസപ്പ് അടിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആരും മറക്കല്ലേ, നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളും കഴിച്ചു നോക്കി, നമുക്കും ഇഷ്ടപ്പെട്ടു, നമുക്ക് തരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മോൻ നമ്മൾ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അവനും വെച്ച് കൊടുത്തു, അവനും കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ ഗേസ്. See you.